ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇന്ന് 30-ാം തീയതി കേട്ടോ. നമ്മൾ നാട്ടിൽ പോയി വന്നിട്ട് ഫസ്റ്റത്തെ ഊബർ ഓടലായിരിക്കും. ഫസ്റ്റ് അല്ല, നമ്മൾ മിന്നാന്ന് പേഴ്സണൽ ട്രിപ്പ് പോയപ്പോൾ ഓടി. പക്ഷേങ്കിൽ അത് പൊന്നാനിന്നാണല്ലോ നമ്മൾ ഓണാക്കിയത്. അവർക്ക് പേഴ്സണൽ ട്രിപ്പ് പോയിട്ട് അവിടുന്ന് ഓണാക്കി പോന്ന് 3-4 ട്രിപ്പായിട്ട് ഊബറിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ എറണാകുളത്ത് നിന്ന് ഊബർ ബ്ലോക്ക് ആയതിനു ശേഷം ഇപ്പോഴാണ് ഓണാക്കുന്നത്. സമയം ഒരു 9-8 ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടിൻ്റെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. പെട്രോൾ ഒരു കട്ടുള്ളൂ, CNG ഒരു ഹാഫ് കട്ടുണ്ട്. അപ്പോൾ 150 B0 ആക്കുന്നുണ്ട്. മറ്റേ 7 കറക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 5 കിലോമീറ്റർ ആയപ്പോഴത്തേന് 105 കിലോമീറ്റർ, കറക്റ്റ് 5 കിലോമീറ്ററിൽ 100 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റേ ഊബറിന് വല്ല അപ്ഡേഷൻ ഉണ്ടോ നോക്കി നോക്കട്ടെ. കുറച്ച് ദിവസമായല്ലോ. അപ്പോൾ ഞാൻ അന്ന് നോക്കിയെന്ന് കുഴപ്പമുണ്ടായിരുന്നില്ല, അപ്ഡേഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് മിന്നാന്ന് കേട്ടോ നമ്മൾ ഓടിയത് ഊബർ. ഇന്നലെ ലീവായിരുന്നു. അപ്പോൾ നമ്മളെ ഊബറിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. നല്ല സർജ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഫസ്റ്റ് റാപ്പിഡോ ആണ് ഓണാക്കി നോക്കിയത്. അപ്പോൾ അതിലങ്ങനെ ട്രിപ്പൊന്നും വരുന്നത് കാണാനില്ല. നമുക്ക് ഊബർ പാട് ഓണാക്കി വെക്കാം. ഇതിലെന്താണെന്നോ, സർജ് ബ്ലോക്കിൻ്റെ അല്ല, പിക്കപ്പ് കൂടിയാലാണ് നമുക്ക് പ്രശ്നം. പിക്കപ്പ് എത്ര ലോങ് നിന്നാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഒന്നാണ് പുറത്തേക്ക് പിടിക്കണം. 4G ആണ്. ഓക്കെ, അപ്പോൾ അവർ ഫസ്റ്റ് തന്നെ നമ്മളെ ഒരു സെൽഫി ചോദിക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്നാവും. ഏതായാലും ഒരു സെൽഫി എടുക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ സെൽഫി ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഓട്ടോമാറ്റിക്കലി ഓൺ ആയിക്കോളും. ഓക്കെ, ഊബർ ഓൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ട്രിപ്പുകൾ വരാൻ തുടങ്ങും. കാരണം നല്ല സർജ് കാണിക്കുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്തില്ല കേട്ടോ സൂം ചെയ്യുമ്പോൾ. പിന്നെ ഇത് നമ്മളെ ക്യാമറൻ്റെ ചാർജറാട്ടോ. ഇതാണ് അതിൻ്റെ ശരിക്കുള്ള വയറ്. അപ്പോൾ ഞാനിതിൻ്റെ മറ്റേ ഫ്ലഗ് ഉണ്ടല്ലോ, അത് വാങ്ങാൻ നേരെ പോയി. അപ്പോൾ ഇതുണ്ട്, ഇതൊരു ചെറിയൊരു ചെരുവുണ്ട്. ചതുരപ്പിന്നാണ്, എന്നാലും ഒരു ചെറിയ ചെരുവും പാടുണ്ട്. പിന്നെ ഇവിടെ ഇത് ഇല്ലാത്തത് തന്നെ കേട്ടോ. ഇതിങ്ങനെ ഒരു കളർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര നോക്കിയിട്ട് അങ്ങനത്തെ ഒരു മോഡൽ ഫ്ലഗ് ഇല്ല. പിന്നെയാണ് ഞാൻ ഈ സാധനം കണ്ടത്. ഇതുണ്ടോ, ഇതിങ്ങനെ കണക്ട് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 900 മീറ്റർ ഉള്ളൂ കേട്ടോ ഡ്രോപ്പ് ഉള്ളത്. 1 കിലോമീറ്റർ പിക്കപ്പോ. അത് വലിയ നഷ്ടമല്ല. പിക്കപ്പ് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ പിന്നെയാണ് ഞാൻ ഈ സാധനം കണ്ടത്. ഇത് അപ്പോൾ ഇങ്ങനത്തെ ഒരു വയറായിട്ട് വാങ്ങിയാൽ മതിയല്ലോ. ഈ ഒരു സാധനം മാറ്റിയിട്ട് ഇവിടെ നോർമൽ വരുന്ന വയറുണ്ടാവും, ഇങ്ങനത്തെ വയറ്. അപ്പോൾ അതിന് ഇവിടെ കണക്ട് ചെയ്യുക, ചാർജ് ചെയ്യുക. ആ ട്രിപ്പ് കിട്ടിയില്ല കേട്ടോ, അത് പോയി. പിന്നെ ക്യാമറ കിട്ടിയിട്ട് വലിയ കാര്യം ഉണ്ടാവും എനിക്ക് അറിയില്ല. ക്യാമറനെ കുറിച്ച് ഒരു തേങ്ങ അറിയില്ല എനിക്ക്. അപ്പോൾ അതിലേതായാലും ചാർജ് ഇല്ല. അപ്പോൾ ചാർജ് ചെയ്ത് നോക്കണം. ഒരു ചാർജർ വാങ്ങിയിട്ട് വേണമെങ്കിൽ ലീവിൽ ലീസായി മറൈൻ ഡ്രൈവ് പോയിട്ട് ഒരു ഫോട്ടോ എടുക്കണതിന് 20 റുപ്യ ആറാണ്ടേ പരിപാടി ചെയ്യാം ലീവില്ലാന്ന്. അല്ലാതെ വേറെ ഒന്നിനും പറ്റൂല ക്യാമറ. കാരണം എന്താ വെച്ചാൽ നമുക്ക് പുറത്തു കൂടെയൊക്കെ അതിങ്ങനെ വീഡിയോ എടുത്ത് നടക്കൂല, വലിയ സാധനമല്ലേ. പിന്നെ അതുമല്ല മറ്റേ അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിലും ബുദ്ധിമുട്ടാവും. അവിടെ പിന്നെ ലാപ്ടോപ്പും ഇല്ല. അപ്പോൾ ക്യാമറയിലൊക്കെ ഡയറക്റ്റ് ലാപ്ടോപ്പിൽ കയറ്റിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫോണൊക്കെ കയറ്റാൻ ഫോണിക്ക് കയറ്റാൻ പറ്റുമോ അറിയില്ല, കയറ്റാൻ പറ്റൂലായിരിക്കും. ഇനിയിപ്പോൾ കയറ്റിയാൽ തന്നെ ഫോണൊക്കെ ആകെ ഹാങ് ആവും. കാരണം അത്ര ക്വാളിറ്റി ഉള്ള വീഡിയോസ് അല്ലായിരിക്കും. ഈ 30 മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു 50-60 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. ബാക്കിയൊക്കെ കട്ട് ചെയ്ത് വരുമ്പോഴത്തേനെ അപ്പോൾ ഒരു സിനിമൻ്റെ ലെങ്ത് വരും, അത്ര നല്ല ക്വാളിറ്റിയിൽ. അപ്പോൾ ഫോണിൽ താങ്ങൂല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ലുലു മാളിലേക്കാണ്. ഒരു ജെഫ്രി അല്ലേ, ജെഫ്രിയാണ് പിക്കപ്പ്. തൃക്കാക്കര ടോപ്പ് റോഡിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. അപ്പോൾ 1.1 കിലോമീറ്റർ, 1.1. അപ്പോൾ നമ്മൾ ആളെ പോയിട്ട് പിക്ക് ചെയ്യട്ടെ. വണ്ടി ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെ വാഷ് ചെയ്തിട്ടുണ്ട്. മിന്നാന്ന് വാഷ് ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തിട്ടത്. അപ്പോൾ ഇന്നലെ ഏതായാലും ലീവായിരുന്നല്ലോ. അപ്പോൾ വാഷ് ചെയ്തിട്ട് ഫസ്റ്റത്തെ ട്രിപ്പാണ്. നമ്മളെ ലുലു മാളിൻ്റെ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടോ. അതിന് നമുക്ക് 126 രൂപയാണ് നമുക്ക് അതിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ എൻട്രൻസിൽ കയറുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു അടുത്ത ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സിറ്റി സിൽക്സ് ഉണ്ട്, അതിനാണ് പിക്കപ്പ് ഉള്ളത്, രജിൻ. പക്ഷേങ്കിൽ ഇത് 10 കിലോമീറ്റർ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. 190 രൂപയുടെ ട്രിപ്പാണ്. റേറ്റ് കുറവാണ് ഇപ്പം അടിച്ച ട്രിപ്പ്. അങ്ങനെ നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. അത് നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഞാൻ നോർത്തിക്കാണെന്ന് വിചാരിച്ചില്ല, അപ്പോൾ ആലുവക്കാണ്. ഇപ്പോൾ ടോട്ടല് 306 രൂപ കേട്ടായത് 2 ട്രിപ്പ്. ഈ ട്രിപ്പിന് നമുക്ക് 150 കിട്ടിയത്. 250 ടോട്ടൽ വാങ്ങിയിട്ടുണ്ട്. 10 കിലോമീറ്റർ 20 മിനിറ്റ് കൊണ്ട് എത്തിയിട്ടുണ്ട്. വലിയ ബ്ലോക്കൊന്നും കിട്ടിയില്ല. കസ്റ്റമറേ 2 വലിയ ആൾക്കാരും പിന്നെ രണ്ട് കുട്ടികളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവര് അവിടെ എത്തിയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ പറഞ്ഞ് ഇനി റെയിൽവേ സ്റ്റേഷനാണ്, കുറച്ച് ബോധം വേണമെന്ന് പറഞ്ഞ്. അപ്പത്തിന് ആ ചേച്ചി ഇവിടെ ഡോറ് തുറന്നപ്പോൾ തന്നെ ഉണ്ട് ഒരു വണ്ടിയാണ് വന്ന്, ഓട്ടോറിക്ഷക്കാരൻ. അപ്പോൾ ഞാൻ ഇവിടെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു വണ്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ട്. ആ വരവ് കണ്ടപ്പോൾ ഞാൻ ഇതിന്റെ ഡോറ് പോകുന്ന എഴുതി. അപ്പോൾ അടുത്ത് വന്നിട്ട് നല്ലൊരു ഹോൺ അടി. എന്നിട്ട് അപ്പോൾ ആള് മറ്റേ ഡോറടിച്ച് ആളാണ് പറഞ്ഞത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിഞ്ഞ് കുറച്ച് ബോധം വേണമെന്ന് പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് നമുക്ക് അവർക്ക് ഗൂഗിൾ പേ ചെയ്യുമ്പോൾ സ്കാനർ ഇങ്ങനെ കൊടുത്തപ്പോൾ ഒരു മാച്ച് ട്രിപ്പ് വന്ന്
പക്ഷെ എനിക്ക് നോക്കാനും പറ്റിയില്ല, ഒന്നും പറ്റില്ല. കാരണം ഇങ്ങനെ പിടിച്ചിക്കാലോ ഫോൺ, അവരുടെ അടുത്തേക്ക് പിടിച്ചിക്കാണ് QR കോഡിന് വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ ആ ട്രിപ്പ് പോയി. അത് എനിക്ക് തോന്നുന്നത് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു മാച്ച് അടിച്ചിട്ടുണ്ട്, കിട്ടുമെന്ന് നോക്കട്ടെ. റിക്വസ്റ്റ് മാച്ചിങ്ങിലാണ്. അപ്പൊ ആ ട്രിപ്പ് കിട്ടിയില്ല കേട്ടോ. ആള് റിക്വസ്റ്റ് വേർ ടേക്കൻ പ്ലീസ് ട്രൈ അഗൈൻ. അപ്പോ വെയിറ്റ് ചെയ്യാം. ഇവിടെ വല്ലാണ്ട് ഇങ്ങോട്ട് വെയിറ്റ് ചെയ്യാനും പറ്റില്ല. അത് നമ്മൾ ഇന്നാളും ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ റൈറ്റിക്ക് പോയാല് ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ അതും കിട്ടിയില്ല. നോ പാർക്കിംഗ് ആണ്. ഇവിടെ ഇവിടെ നോ പാർക്കിങ്ങിന്റെ ബോർഡൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ നമ്മള് ഓട്ടം നിർത്താൻ പോവാട്ടോ. ആകെ നമ്മൾ 2 ട്രിപ്പ് എടുത്തിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാല് നമ്മളെ അനിയന്മാര് ഇവിടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ആലുവയിൽ എത്താനായിട്ട് 10:45 ഇവിടെ എത്തുന്ന പറഞ്ഞത്. അപ്പൊ സമയം 10:22 ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇന്നെന്തായാലും ലീവായിരിക്കും ചിലപ്പോ. കാരണം അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ഓടലൊന്നും നടക്കൂല. ചിലപ്പോ നമ്മളെ റൂമിൽ നിൽക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ ഏട്ടന്റെ വൈഫ് ഹൗസ് ഇവിടെ തോപ്പുംപടിയിലാണ്. അവിടേക്ക് കരുതിയിട്ടാണ് വരുന്നത്. അപ്പൊ അവരെ സൗകര്യത്തിനനുസരിച്ച് നിക്കട്ടെ. അപ്പൊ എന്തായാലും ഇനി ഓട്ടം നടക്കൂല. ഒരു 20 മിനിറ്റ് കൊണ്ട് അവരിവിടെ ലാൻഡ് ചെയ്യും. അപ്പൊ ഇന്ന് അത്യാവശ്യം ഓടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആ പോട്ടെ, അവരെപ്പോഴേലൊക്കെ വരുന്നതല്ലേ, ന്യൂ ഇയർ അല്ലേ. അപ്പോ ഇന്ന് ലീവാക്കി കഴിഞ്ഞാല് പിന്നെ നാളെ ചിലപ്പോ ശനിയാഴ്ച ഞാനും നാട്ടിൽ പോകും. വേറെ ഒന്നുമല്ല, ഞാൻ ഇപ്പൊ ഇന്നലെ മിന്നാന്ന് 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ വന്നിട്ട്. എന്താ സംഭവം ചോദിച്ചാല് അവിടെ നമ്മളെ അമ്പലത്തില് പൂരം നടക്കണ്ട്. കഴിഞ്ഞ 2 പൂരം നമുക്ക് മിസ്സായി. അയ്യോ, ഇന്റർസിറ്റി കോട്ടപ്പുറം കൊടുങ്ങല്ലൂർക്ക് 26 കിലോമീറ്റർ 651 രൂപയുടെ ഇന്റർസിറ്റി. മറ്റേ ട്രിപ്പ് നമ്മൾ എടുത്തില്ല കേട്ടോ. അങ്ങനെ ഇപ്പോ സമയം ഒരു 11:15 ആയിട്ടുണ്ട്. അവരോട് എത്തിയിട്ടുണ്ട്, ആലുവയില് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പിക്കപ്പ് പോയിന്റിലുണ്ട്. അപ്പൊ ഏതായാലും പോയിട്ട് അവരെ പിക്ക് ചെയ്യട്ടെ. അപ്പൊ നമ്മളെ ചെക്കന്മാര് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ നേരെ അനിയൻ ഷാഹിദ്, പിന്നെ വേക്കിൽ എത്തണ്ട് സുൽത്താൻ. ഇങ്ങോട്ട് വാ. അപ്പൊ ഞങ്ങള് നേരെ ഇനി തോപ്പുംപടിയിലേക്ക് പോട്ടെ. ഇതാട്ടോ സുൽത്താന്. അപ്പൊ ഇവിടുന്ന് 1.25 മണിക്കൂറാണ് കാണിക്കുന്നത് യാത്ര. നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പൊ ഇന്നത്തെ ട്രിപ്പ് എന്തായാലും സോഹ പോയി. അങ്ങനെ നമ്മള് മരടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മരടിൽ നമ്മളെ അലി കാഫേ തോന്നുന്നുണ്ട്, അലി കാഫേ. അപ്പൊ ചെക്കന്മാര് ചായ കുടിച്ചിട്ടില്ലാന്നുകൊണ്ട് ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് പോവായിരുന്നു. നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോട്ടോ. ഞാനിതാ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി റൂമിലേക്ക് വന്ന് നോക്കട്ടെ. 12:54 ആയിട്ടുണ്ട് സമയം. അപ്പോ നമ്മളിവിടെ തോപ്പുംപടിയത്തിനാണ് വണ്ടി നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇപ്പൊ വണ്ടി എടുക്കാൻ വന്നപ്പോ ഒരു കാഴ്ച കണ്ടേ. 2 മണിക്കൂറേ നമ്മളാ മരത്തിന്റെ അടിയിൽ നിർത്തിയിട്ടിട്ടാണ് ഈ സംഭവിച്ചത് കേട്ടോ. മേലെ ഉണ്ടെന്നാണ് പറഞ്ഞത്, വണ്ടിന്റെ മേലെ. അപ്പൊ ഇവിടെ കണ്ടില്ലേ, ഗ്ലാസ് ആകെ അങ്ങോട്ട് കാക്ക തൂറിയിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ഇതിലെ പോയപ്പോ ഭയങ്കര തിരക്കായിരുന്നു. തോപ്പുംപടി ജംഗ്ഷനാട്ടത്. ഇപ്പൊ കുറച്ചൊക്കെ ബ്ലോക്ക് മാറിയിട്ടുണ്ട്. സമയം ഒരു 12:30-12:45 ആയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം ഇവിടെ വീട്ടിൽ വന്നിട്ട് ആദ്യം ഇവിടെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി. ഇവിടെ അടുത്തൊരു 1.5 കിലോമീറ്റർ അപ്പുറത്തൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയി പൂളിലൊക്കെ ചാടി കുളിച്ച് അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളൊരു വെളി ഗ്രൗണ്ടിൽ പോയി. അവിടുന്ന് പിന്നെ അപ്പുറത്ത് വേറൊരു ഗ്രൗണ്ടും പാടുണ്ടല്ലോ, അവിടെയാണ് DJ പരിപാടികൾ നടക്കണേ. അവിടെ കുറച്ചേരൊക്കെ ഒന്ന് തുള്ളിച്ചാടിയിട്ട് എങ്ങോട്ട് പോകുന്നു. അവിടെ എപ്പോഴും തിരക്കുണ്ട് കേട്ടോ. ഇവിടെ ജംഗ്ഷനിലൊന്നും തിരക്കില്ല. പഴയ പാലത്തിന്റെ അവിടെ വലിയ കുഴപ്പമില്ല, വണ്ടികള് നീങ്ങി പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഓട്ടം ഇങ്ങനെയാണ് കലാസായി. 2 ട്രിപ്പ്, രാവിലെ 2 ട്രിപ്പ് എടുത്ത് പിന്നെ നമുക്കൊരു ഇന്റർസിറ്റി ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തിട്ടില്ല. ഏതായാലും ഇപ്പൊ ഇനി വീണ്ടും ഒരു 4-5 ദിവസം ലീവായിരിക്കും. ഇപ്പൊ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ 3 ദിവസം എന്തോ ആയിട്ടുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഇങ്ങനെയായി, നടന്നില്ല. ഇനിയിപ്പോ ഏതായാലും നാളെയും മറ്റന്നാളൊക്കെ ലീവായിരിക്കും. നാളെ ഞാൻ ഇങ്ങോട്ട് തന്നെ വരും. എനിക്കിപ്പോ അർജന്റ് ആയിട്ടൊന്ന് റൂമിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് വിടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പൊ അവിടുന്ന് അങ്ങനെ പോകുന്നു. ഇനിയിപ്പോ ഇവിടുന്ന് ഏതായാലും റൂമിലേക്ക് പോയോക്കട്ടെ. ഇവിടെ പോണ വഴിക്ക് മേപ്പിട്ടപ്പോ വലിയ തിരക്കൊന്നും ഇല്ല. നേരത്തെ ഈ ഒരു പാലം മാത്രം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പൊ തിരക്കൊന്നും കാണിക്കുന്നില്ല. അപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നാളെ രാവിലെ ഇങ്ങോട്ട് തന്നെ പോയിരുന്നു രാവിലെ. അപ്പൊ അവര് നാളെ കറങ്ങാനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അവരെ കൂടെ അങ്ങനെ നാളെ ലീവായി കണ്ട് അങ്ങനെ കറങ്ങാൻ പോകും. അത് കഴിഞ്ഞിട്ട് മറ്റന്നാ നാട്ടിലേക്ക് പോകും അനിയന്മാരുടെ കൂടെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്തിനാ പോണെന്ന് വെച്ചാല് 2-ാം തീയതി നമ്മളവിടെ അമ്പലത്തിലവിടെ പൂരം നടക്കുന്നുണ്ട്. ഇപ്പൊ 2 കൊല്ലമായിട്ട് നമുക്ക് ആ പൂരം കിട്ടിയിട്ടില്ല, മിസ്സായിക്കോളും. അപ്പൊ പിന്നെ ഇപ്രാവശ്യം എന്തായാലും പിടിക്കണം. അപ്പൊ അങ്ങനെ പൂരം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1 ദിവസം എന്തോ കഴിയുമ്പോ തന്നെ ഇവരൊരു തക്കാരം ഉണ്ട്. ഏട്ടന്റെ കല്യാണം കഴിഞ്ഞതാണല്ലോ. അപ്പൊ അതിന്റെ ഒരു തക്കാരം ഉണ്ട്. അപ്പൊ അതാണെങ്കിൽ അത്യാവശ്യം ഒരു വലിയ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഒരു 40-50 ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ നമ്മളവിടെ എന്തായാലും വേണ്ടി വരും. അപ്പൊ ഈ പൂരം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ തക്കാരം വരുന്നത്.
അപ്പൊ പിന്നെ അതും പാടെ കഴിഞ്ഞിട്ടാണ് പോരാന്ന് വിചാരിച്ചു. നമ്മളിപ്പോ ഇപ്രാവശ്യം കുറെ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു, 4-5 ദിവസം ലീവ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ 2-3 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും ലീവാണ്. ഇനി ഒരു 4-5 ദിവസം ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഏതായാലും ഓക്കെ, ഗുഡ് നൈറ്റ്.